വീക്ക് നമ്മൾ കണ്ണൂരിൽ ഉണ്ടായിരുന്നില്ലേ, ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മൾ വെറുതെ ഒരു ട്രിപ്പ് പോകാന്ന് വിചാരിച്ചു, ധർമ്മസ്ഥലക്ക് പിന്നെ കുക്കയ്ക്ക് പോകാനും ഒരു പ്ലാൻ ഇട്ടു. ഇപ്പൊ നാളെ രാവിലെ 5 മണിക്ക് നമ്മൾ പോവാണ്. ഇപ്പൊ സമയം ഒരു 11 o'clock ആയി. നമ്മൾ വേഗം പോയി കടന്നിട്ട് രാവിലെ എണീറ്റിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് കുളിച്ചിട്ട് പോടാം ധർമ്മസ്ഥലക്ക്. ഇവിടുന്ന് കുറേ ദൂരമുണ്ട്, ഒരു 280 കിലോമീറ്റർ. ഇന്നലെ മഴയില്ല കാരണം നല്ലോണം ഇതായിട്ടുണ്ട്. ഉള്ളിലിരിക്കാൻ നോക്കാം. എന്താ ഡ്രൈവർ അപ്പാജി എല്ലാം തുടങ്ങിയ. ഇപ്പൊ വീട്ടിൻ്റെ അടുത്ത് പോവാണ് നമ്മള്. ഇത് നമ്മളെ സ്റ്റോപ്പറി നമ്മുടെ ട്യൂഷനാണ് അത്. ഇത് നമ്മളെ അമ്പലം. ഇപ്പൊ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് എത്താറായി. എന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് നമ്മള് നിങ്ങളൊക്കെ കണ്ടത് കണ്ണൂർ വഴിയല്ലേ, ഇതിപ്പം ഏത് വഴിയാച്ചാ? ഹാസൻ വഴി. എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട്? 280 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് നമ്മളുടെ വീടെത്തി. ഇപ്പൊ നമ്മള് പോവാം. ഇപ്പൊ നമ്മൾ ആരോജിയുണ്ട്, എന്റെ അമ്മാജിയുണ്ട്, നമ്മൾ ഡ്രൈവർ ജി, അച്ഛൻ ജി. ഇപ്പൊ നമ്മള് പോവാണ്. നമ്മള് ഇറങ്ങി. ഇപ്പൊ റോഡിന്റെ കാഴ്ചകൾ കാണാം. ഇപ്പൊ നമ്മള് എവിടെ എത്തിയത്? ആസൻ റോഡിലേക്ക് കട്ട് ചെയ്യാം. ആസൻ റൂട്ട് ഇങ്ങോട്ടാണ്. അങ്ങോട്ട് ഫുൾ സ്ട്രൈറ്റ് പോയാല് മുംബൈ തുംകൂറൊക്കെ അങ്ങോട്ട് പോയാല് ഇങ്ങോട്ട് ആസന് അങ്ങനെയൊക്കെ പോകും, മംഗലാപുരം ഒക്കെ പോകും. ഇതാ കണ്ടില്ലേ ടോൾ റോഡ് കണ്ടില്ലേ? കുണികൽ, ആസൻ, മംഗളൂരു. ആരവ അവിടെ ഉറങ്ങി. ഇപ്പൊ ഹള്ളിമലയിലെത്തി. കഴിച്ചിട്ട് നമ്മൾ വരട്ടെ. നമ്മൾ എടുത്തിരിക്കുന്ന ഇഡ്ലി ഇവിടെ എൻ്റെ അത് കാണിക്കും. പിന്നെ അവൻ്റെ ഒരു ദോശ, അമ്മേൻ്റെ കാണിച്ചു, അച്ഛൻ്റെ എൻ്റെ കഴിക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ലൊരു പീസ് എടുക്കണം. സാമ്പാറിലെടുത്ത് ചട്നിയിലെടുത്ത് കൊള്ളാം. ഒന്ന് കഴിച്ചിട്ട് വരട്ടെ. ഇപ്പൊ കഴിച്ചു കഴിഞ്ഞു, ഇറങ്ങട്ടെ. എന്നിട്ട് വേഗം പോകണം, ദർശനം കാണിക്കണം. അവൻ കുടിക്കാണ്. അപ്പൊ നമ്മള് ഇറങ്ങാൻ പോവാണ്. എന്നിട്ട് അടുത്തത് എവിടെ വെച്ചാ എവിടെ കാർഡ് സെക്ഷൻ ഉണ്ടാവാ? എന്നാ ശരി, നമ്മൾ ഇറങ്ങാം. എങ്ങോട്ടാ? നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ. ഇങ്ങനെ പോയാ കുക്കെ അല്ലേ? ഇങ്ങനെ പോയാ ധർമ്മസ്ഥലം. അമ്മ ഇങ്ങനെ പോകുമ്പോഴാണ് ഇങ്ങോട്ടാണ് പോണ്ടത്. നമ്മള് ഈ റൂട്ടാണ്. ഓക്കെ, ഇങ്ങനെ പോകുമ്പോഴാണ് അമ്മ പണ്ട് എന്താണ് ബസ്സിൽ വരുമ്പോ ഛർദിച്ച് പണ്ടാറടങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലേ? ആര് ബിൽഡ് ചെയ്തത്? അത്ര അവിടെ കാണില്ലേ? ധർമ്മസ്ഥലം ആൾക്കാരാണ്. എങ്ങനെ പോവൂന്നറിയില്ല. സാധനം ചെയ്യാം. വേണമെങ്കിൽ അമ്മയ്ക്ക് പഞ്ചൂർലിന്റെ ഷർട്ട് പോവാ. ഓ കറക്റ്റ് അല്ലേ? അറിയില്ല, നോക്കാം. ഇവിടെയാണ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ മുടി മുറിച്ചത്. അതിൻ്റെ ഉള്ളിൽ പോണം നമ്മൾ. ഇതല്ലേ ധർമ്മസ്ഥലം കണ്ടില്ലേ?
ലൈനിലാണ്, എൻ്റെ അമ്മയും കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ ലൈനിലാണ്. ആ ലൈൻ ഉണ്ടോ, ആ ലൈന് ഫ്രീ ലൈനാണ്. അതിന് ഗുരുവായൂർ പോലെ ഭയങ്കര വലിയ ഫാനുകളും പിന്നെ അങ്ങനെയൊക്കെയാണ്. ഇത് നമ്മൾ 200 രൂപ കൊടുത്തിട്ട് കയറുന്നതാണ്. എൻ്റെ അമ്മയുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. വെയിലാണ്, ചൂടാണ് ഇവിടെ. പക്ഷേ ദൈവത്തിൻ്റെ ഭക്തിയില്ല കൊണ്ട് കയറണം. അതെ, ഒരു പോസിറ്റീവ് എനർജി കയറും. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വരാം. ഇപ്പം നമ്മൾ തൊഴുതിട്ട് വന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അടുത്തുനിന്ന് കാണാൻ പറ്റി നമുക്ക്. നല്ല ദർശനമായിരുന്നു. ഇപ്പം നമ്മൾ കഴിച്ചിട്ട് പ്രസാദം കഴിക്കാൻ പോവാണ്. അച്ഛൻ്റെയും മാരവിൻ്റെയും ഇതൊക്കെ നോക്കാലോ. അച്ഛാ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പർ, ഭയങ്കര നല്ല ദർശനം, നന്നായിട്ട് ചെയ്തു. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട്, ഭക്ഷണത്തിന് ഫുള്ള് റഷാണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കും. പിന്നെ അടുത്ത വീഡിയോ വരും. കുക്കി സുബ്രഹ്മണ്യൻ്റെ അടുത്ത് പോകുന്നതാണ്. ആ വീഡിയോ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇപ്പോഴത്തേക്ക് ബൈ.